ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ലച്ചുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറ്റ വീഡിയോയിൽ 2-3 ദിവസത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഡ്രസ്സും ഫാൻസിയും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ തലേ ദിവസം പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ആദ്യം തന്നെ പുഡിങ്ങൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഇന്ന് രാത്രി തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നാളെ എല്ലാം കൂടി നമുക്ക് ആകെ ഭാരമാവും. അപ്പോൾ ഇക്കാൻ്റെ ചെറിയ പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ ഹെൽപ്പിങ്ങിനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ലച്ചു കൂടെ ഉണ്ട് കേട്ടോ. അതാണ് ഈ വോയിസിൽ അധികം സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ പുഡിങ്ങൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ക്ലിംഗ് റാപ്പൊക്കെ ചുറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 3 ലെയറിൻ്റെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ലെയറും ഞാനിങ്ങനെ ക്രം കോട്ടും ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാ കപ്പ് കേക്കും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഡോണറ്റ്, കേക്ക് പോപ്സ്, സിക്കിൾസ് അതൊക്കെ ഞാൻ രാവിലെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കിൻ്റെയും പുഡിങ്ങിൻ്റെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 12 മണിയായിട്ടോ. അപ്പോൾ കിച്ചണൊക്കെ ക്ലോസ് ചെയ്തു. നമ്മൾ റൂമിലേക്ക് കയറിയതിന് ശേഷം ഈ ഒരു ചോക്ലേറ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ് സർപ്രൈസാണ്, ആർക്കും അറിയില്ല കേട്ടോ. സച്ചുവിന് പോലും അറിയില്ല ഈ ഒരു സംഭവം നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇതിൽ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക കട്ട് ചെയ്ത് തരുന്നുണ്ട്. ബാക്കി ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു ചോക്ലേറ്റിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വൈറലല്ലേ. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ലച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അത് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങനെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രിൻ്റ് എടുത്ത് വന്നതാണ്. എന്നിട്ട് കിറ്റ്കാറ്റിൽ തന്നെ കേട്ടോ ഇത് ചെയ്യുന്നത്. വേറെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു ഫിനിഷിങ്ങും ലുക്കും ഒന്നും കിട്ടൂല. അപ്പോൾ ഇതാ 2 ബോക്സ് കിറ്റ്കാറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ പാക്കറ്റ് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെക്കുന്നത്. അങ്ങനെ ഏകദേശം എല്ലാ ചോക്ലേറ്റും ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ അറ്റം കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ള ഒരു കത്രികയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചപ്പോൾ ഏകദേശം 2 മണിയായിട്ടോ ഞങ്ങൾ കിടന്നപ്പോൾ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഫുഡ് ഉണ്ടാക്കലും പിന്നെ കുറച്ച് ഡെസേർട്ടും കാര്യങ്ങളും ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ. അപ്പോൾ അതെല്ലാം കൂടെ തിരക്കായിരുന്നു. അതുകൊണ്ട് അപ്പോഴത്തെ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ പരിപാടി ഉദ്ദേശിച്ചിട്ടുള്ളത് മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അവിടെ മുതലുള്ള ബാക്കി വീഡിയോസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുത്ത് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ കേക്കും ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഇതാ ഇനി കേക്കൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രസ് കോഡ്. 4 ആളും ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലൂ നമുക്ക് കേക്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം ഭയങ്കര കളറായാൽ പിന്നെ കയ്യിലും ഒക്കെ കളറായിരിക്കും. അപ്പോൾ നമ്മൾ ലൈറ്റ് കളറാണ് കേട്ടോ കേക്കിനും ഡെസേർട്ടിനൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കേക്ക് കട്ടിങ്ങിന് ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഗിഫ്റ്റും ലച്ചൊന്ന് കൈവെക്കുന്നുണ്ട്. ആരെയും നിരാശപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം ഹാപ്പിയോടെ അവൾ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ ഈ ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ടേബിളിൽ അത് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ആദ്യം കഴിച്ചത് അതാണ് കേട്ടോ.
പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിൽ ബിസി ആയിരുന്നു കേട്ടോ. കേക്ക് കൊടുക്കലും പിന്നെ അതിനുശേഷം മെയിൻ ഫുഡ് കൊടുക്കലും ഒക്കെ ആയിട്ട് ആകെ മൊത്തത്തിൽ ബിസി ആയിരുന്നു. അപ്പോൾ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ ചെറിയൊരു വേർഷൻ. അപ്പോൾ അതിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഹോം പേജ് ചെക്ക് ചെയ്തിട്ട് ഷോർട്ടിൽ ഒന്ന് അടിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ ആ ഗസ്റ്റൊക്കെ പോയപ്പോഴേക്കും ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതിനുള്ളിൽ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അതിനുള്ളിലൊക്കെ എന്തായിരിക്കും എന്ന് അറിയാൻ. അപ്പോൾ ഏതായാലും ഇക്കാൻ്റെ പെങ്ങന്മാരൊക്കെ പോകുന്നതിൻ്റെ മുന്നേ തന്നെ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ രാത്രി തന്നെ അത് ഓരോന്നും ഇങ്ങനെ ബോക്സൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. ആദ്യം നല്ല നീറ്റായിട്ട് ഇങ്ങനെ പൊട്ടിക്കൽ തുടങ്ങി. പിന്നെ നേരം വൈകിയപ്പോൾ എല്ലാവരും കൂടി പൊട്ടിക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ കൂടുതലായിട്ട് ഓരോന്നോരോന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊത്തത്തിലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തത്തിലൊന്ന് കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഗിഫ്റ്റിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇക്കാൻ്റെ പെങ്ങന്മാരും എല്ലാവരും പിരിഞ്ഞപ്പോൾ 1 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി. പിറ്റേന്നാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ ലച്ചുവിന് കിട്ടിയ ഗിഫ്റ്റുകൾ. ഈ ഗിഫ്റ്റുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ലച്ചു നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ അവൾ ഉണർന്നതിൻ്റെ ശേഷം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവൾക്ക് ഏതെടുക്കണം എന്നുള്ളൊരു അന്താളിപ്പിലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അവൾ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ലച്ചു നീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവളവിടെ കൊടുന്ന് ഇരുത്തിയിട്ട് അവൾ ഏതിൽമുക്കും അങ്ങനെ പോകുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇതൊക്കെ കണ്ട ഒരു അമ്പരപ്പിൽ നിൽക്കുകയാണ്. പിന്നെ സച്ച് ഓരോന്നെടുത്ത് കാണിച്ചു കൊടുത്തിട്ടൊന്നും അങ്ങനെ പോകുന്നില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കളിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനത്തെ ഡോളും കാര്യങ്ങളൊക്കെ അവൾക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ ഇത് എടുത്തേക്ക് വരുമ്പോഴത്തേനും അവൾക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ പിന്നെ ഡോളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടോ. പിന്നെ ഈ കട്ടമ്മലായിരുന്നു കളി. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടോയ്സാണ് അവൾക്ക് ഇപ്പോൾ പിടിക്കാൻ പാകം. അപ്പോൾ അതേറ്റ് അങ്ങനെ കളിക്കുന്നു കേട്ടോ സച്ചു ലച്ചും കൂടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.